വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പ് ഇതുപോലുള്ള ബീഡ്സ് വേണം. പിന്നെ എംബ്രോയ്ഡറി ത്രെഡും എംബ്രോയ്ഡറി നീഡിൽ പിന്നെ മിറർ അതാണ് വേണ്ടത്. ഈ മിറർ ഇതെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും, ക്രാഫ്റ്റ് സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. ഇതൊക്കെ ഒരു പാക്കറ്റിന് 20 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 50 രൂപയിൽ തരുന്ന സാധനങ്ങൾ മതി. അപ്പോൾ പുറത്തൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിന് അവർ 1000 2000 രൂപയൊക്കെയാണ് വാങ്ങുന്നത്. അപ്പം നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് ഈ മിറർ ഇതിനകത്ത് ഒട്ടിക്കാം. ഇതിപ്പോൾ ഉണ്ട്, ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മിറർ ഇതിലേക്ക് ഒട്ടിക്കുന്നത്. ഈ ഒരു ഫാബ്രിക് ഗ്ലൂവിന് ഇപ്പം 35 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ചെറിയ പാക്കറ്റുണ്ട്, അത് 10 രൂപയ്ക്കൊക്കെ ചെറിയ പാക്കറ്റും കിട്ടും. ഇത് നമുക്ക് ഇതുപോലുള്ള ഇതുണ്ടോ സ്റ്റോൺസും എല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. മിററൊക്കെ വെക്കുമ്പോൾ പക്ഷേ എന്നാലും നമ്മളൊന്ന് തയ്ച്ചും കൂടെ കൊടുക്കണം, എന്നാലും ഇത് വെച്ച് നന്നായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണ് ഡിസൈൻ വരേണ്ടത് അവിടെ ഇത് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒരു പെറ്റൽ പോലെയാണ് വരയ്ക്കുന്നത്. ഞാൻ ഇവിടെ ഒരെണ്ണം വരച്ചു, അതുപോലെ ഇവിടേക്ക് സൈഡിലേക്ക് 3 എണ്ണവും ഇവിടെ 3 എണ്ണം, അങ്ങനെയാണ് ഞാൻ ഡിസൈൻ വരയ്ക്കുന്നത്. ഇവിടെ 3 എണ്ണം, ഇവിടെയും അതുപോലെ 3 എണ്ണം. ഇത് ഫുൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമുക്കിതുപോലെ ഇതുപോലെ ഒരു സ്റ്റെം പോലെ വരയ്ക്കും. പിന്നെ ഇവിടെ 2 ലീഫ്. ഇതാണ് നമ്മുടെ ഡിസൈൻ. അപ്പോൾ നമുക്കിത് ചെയ്തു തുടങ്ങാം. ആദ്യം ഈ മിററിന് ചുറ്റുമായിട്ട് നമുക്ക് മിററിന് ചുറ്റും നമ്മൾ ഫ്രെയിം വാങ്ങി വെക്കില്ലേ, അതുപോലെ ആരി വർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ, അതുപോലെ സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് ഇവിടെ ഞാൻ ആരി വർക്കല്ല ചെയ്യുന്നത്, സാധാരണ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്, എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ എംബ്രോയ്ഡറി ത്രെഡ് ഈ നീഡിലിൽ കൊരുത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് മാത്രമാണ് കെട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നീഡിൽ താഴെ കൂടെ മുകളിലേക്ക് എടുക്കാം. ഇതെടുത്തിട്ട് നമുക്ക് എവിടെ വരെ തിക്നെസ് വേണം എന്നുള്ളതനുസരിച്ച് ഈ ഫ്രെയിമിന് ചുറ്റും എത്ര തിക്നെസ് വേണം എന്നനുസരിച്ച് വേണം ഇത് അടുത്ത് കുത്താൻ. ഞാനിപ്പോൾ ചെറിയ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഇവിടെ വെച്ച് അവിടെ കുത്തും, താഴേക്ക് എടുക്കും. അടുത്തതും ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് കുത്തിയെടുക്കുക. അടുത്തത് കുത്തേണ്ടത് നമ്മളിവിടെ ഇതിന് ഇപ്പുറത്തായിട്ടല്ല, അടുത്ത സൈഡിലായിട്ട് കുത്തണം. ഇവിടെയായിട്ട് കുത്തണം. നമ്മൾ ഈ മിറർ ഒന്ന് വലിച്ചു പിടിച്ച് മിററിന് ചുറ്റുമായിട്ട് തന്നെ ചെയ്യാൻ നോക്കണം നന്നായിട്ട്, എങ്കിലേ ഒരു സർക്കിളായിട്ട് വരത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ. അടുത്തതും ഇതുപോലെ കുത്തിയെടുക്കുക. തൊട്ടപ്പുറത്തായിട്ട് കുത്തുക. ഇതുപോലെ അങ്ങ് റൗണ്ടായിട്ട് ചെയ്തു പോയാൽ മതി.
കണ്ടോ, ഇപ്പോൾ ആരി വർക്ക് പോലെ തന്നെ നമ്മൾ മിററിന് ചുറ്റും ഇതുപോലെ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് സാധാരണ നീഡിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് കൊടുക്കാം. ബീഡ്സ് നമ്മൾ ആദ്യം വലിയ ബീഡ്സ് ഉണ്ടല്ലോ, ഈ വലിയ ബീഡ്സ് ആണ് ആദ്യം കൊടുക്കുന്നത്. അത് നമ്മൾ ഇതിന് ചുറ്റും ഒരു റിംഗ് ആയിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ സ്റ്റിച്ചസ് ഒന്നും കാണത്തില്ല സൈഡിലത്തെ. അപ്പോൾ ഈ ബീഡ്സ് നമുക്ക് റിംഗ് ആയിട്ട് കൊടുക്കാം. കാരണം നൂല് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് താഴെ കൂടെ എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് കൊരുത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചധികം താഴെയൊക്കെ കുത്തിയാൽ മതി. അതുപോലെ എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. ഇതാകുമ്പോൾ ഈസിയാണ്. അല്ലെങ്കിൽ ഓരോന്ന് 1 by 1 നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഫ്രെയിം ഫുൾ ചെയ്തിട്ട് ഇവിടെ നമ്മൾ വരച്ചു കൊടുത്തല്ലോ പെറ്റൽസ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഓരോ സൈഡിലായിട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ അതിൽ ഒരു 8-9 കുഞ്ഞ് ബീഡ്സ് ഉണ്ടോ, ചെറിയ ബീഡ്സ് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പെറ്റൽ ലെങ്ത് ആയോ എന്ന്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കണ്ടോ ഇതുപോലുള്ള ചെറിയ കണ്ണുള്ള നീഡിലുണ്ടല്ലോ, ഇതിൽ കണ്ട നീഡിലിൻ്റെ ഐ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിരിക്കണം. അതാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ചെറിയ ബീഡ്സ് കയറത്തുള്ളൂ. അപ്പോൾ ചെറിയ നീഡിലാണ് നമ്മൾ എടുക്കേണ്ടതിന്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് ഇത് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇത് ഒരു 9 എണ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് നല്ല ലെങ്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കുത്തി എടുക്കാം. അതിന് നടുക്കായിട്ട് വന്നിട്ട് ഇപ്പോൾ എവിടെയാണ് അത് നൂല് ഫിക്സ് ചെയ്യേണ്ടതനുസരിച്ച് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോളും. അടുത്തതായിട്ട് ഈ സൈഡിലേക്കും ഞാനൊരു 10 ബീഡ്സ് ഇതുപോലെ കൊരുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സൂചി താഴ്ത്തി ഇറക്കുമ്പോൾ അവിടെ അങ്ങ് ഫിക്സ് ആയിക്കോളും. കണ്ടോ, ഇപ്പോൾ അതൊരു പെറ്റൽ ഷേപ്പിലായി. ഇതുപോലെ ഇവിടെ ഒരു 7 എണ്ണം, ടോട്ടൽ 7 എണ്ണമാണുള്ളത് നമുക്ക്. അപ്പോൾ 6 എണ്ണം ഇതുപോലെ നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ സ്റ്റെമ്മിലാണ് കൊടുക്കേണ്ടത്. സ്റ്റെമ്മിൽ ഇതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത വലിയ ബീഡ്സ് തന്നെ കൊടുത്ത് ഇതുപോലെ ഒരു സ്റ്റെം ചെയ്തെടുക്കാം. അതും സെയിം ചെയ്യുന്ന പോലെ തന്നെ ബീഡ്സ് കൊരുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ, ഇത് ഇപ്പോൾ ഇത്രയും കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതിങ്ങനെ കുത്തി കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ടും അതിനോട് ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുക്കുമ്പോഴായിരിക്കും ആ ഒരു ഷേപ്പിൽ ഒരു വളഞ്ഞ് കിട്ടുന്നത് നമുക്ക്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനനുസരിച്ച് തയ്ച്ചു കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണം ഉണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഇവിടെ പെറ്റൽസും ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നും കൂടി ഇപ്പുറത്തേക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പെറ്റൽസും നമ്മൾ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ പെറ്റൽസ് ചെയ്തല്ലോ, അതിലെല്ലാം ഫില്ലിംഗ് സ്റ്റിച്ച് കൊടുത്തു നമ്മൾ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫില്ലിംഗ് സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് അങ്ങ് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ മറ്റൊരു ഡിസൈനുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ഡിസൈനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.